പ്രൈസിലുണ്ട് വിമൺ ഫോർ ജീസസിന് അനുഗ്രഹിക്കപ്പെട്ട ഒരു സെക്ഷനിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയമുള്ള ഒരു പ്രാവശ്യത്തോടെ സ്വാഗതം ചെയ്യാണ്. നമ്മൾ ഒന്നിച്ച് ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കേൾക്കാൻ പോവുകയാണ്. അതിന് മുന്നേ പ്രാർത്ഥിച്ച് ആരംഭിക്കാം. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അനുഗ്രഹീതമാകുന്ന ഈ നല്ല സമയത്തിനായ സ്തോത്രം. തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്ത് വരുന്നു. ഞങ്ങളുടെ നടുവിലേക്ക് അവിടുന്ന് കൂട്ടിക്കൊണ്ടുവന്ന അവിടുത്തെ പ്രിയമകൾക്കായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങൾ അനേകർക്ക് അനുഗ്രഹമായി തീരണം. കർത്താവെ, തിരുമഹത്വം വെളിപ്പെടണം. ഞങ്ങളുടെ കുറവശങ്ങൾ ക്ഷമിക്കണം. അങ്ങനെ അവിടുന്ന് ചെയ്ത് കൃപയ്ക്കായ സ്തോത്രം. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് നമ്മളോടൊപ്പം തന്നെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ എത്തിയിരിക്കുന്നത് പ്രിയ സിസ്റ്റർ തങ്കമ്മ ജോയിയാണ്. പ്രിയ ആൻറ്റിയെ സ്നേഹത്തോടെ നമ്മുടെ സെക്ഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ലോർഡ് ആൻറ്റി. പ്രൈസ് ലോർഡ്. എവിടെ നിന്നാ ജോയിൻ ചെയ്തേക്കുന്നത്? സ്ഥലം ഏതാ? ഞാനിപ്പോ ജോയിൻ ചെയ്യുന്നത് കോട്ടയം അമ്മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. മെഡിക്കൽ കോളേജിന്റെ അടുത്തായി. ഓക്കെ ഓക്കെ, കോട്ടയത്താ. ഓക്കെ ഓക്കെ. അന്നേരം നമുക്കൊന്ന് പരിചയപ്പെടാം. എവിടെ ജനിച്ചു വളർന്നത്, വീട്ടിൽ ആരൊക്കെയുണ്ട്, ഫാമിലിയെ പറ്റി ഒന്ന് പറയാം. ദൈവത്തിന് ഞാൻ ഒത്തിരി നന്ദി പറയുക. ഞാൻ ഒത്തിരി ആഗ്രഹിച്ച ഒരു കാര്യമാണ്. അതിന് ഞാൻ ഒത്തിരി ദൈവത്തിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ കർത്താവിന്റെ ദാസനും ദാസിക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹം നന്ദി പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. എനിക്ക് ഈ ചാനലിലേക്ക് പരിചയപ്പെടുത്തുന്നത് എൻ്റെ ഒരു കസിൻ സിസ്റ്ററാണ്. അതാ ബിജിമോൾ തോമസ് എന്ന് പറയും. ഞാൻ എൻ്റെ അനുഭവ സാക്ഷ്യം ഞാൻ പറഞ്ഞപ്പം ആ കൊച്ചാണ് എനിക്ക് ഈ ചാനൽ പരിചയപ്പെടുത്തി തന്നെ. ഞാൻ ഒത്തിരി ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ ജനിച്ചു വളർന്നത് കോട്ടയം കുമരകം പള്ളിച്ചറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. ഞാൻ ജനിച്ചത്. എനിക്ക് അന്ന് മാതാപിതാക്കളും മൂന്ന് സഹോദരന്മാരും ഒരു സഹോദരിയും എനിക്കുണ്ട് ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ മാതാവ് രക്ഷിക്കപ്പെട്ട് വിശ്വാസത്തിലായിരുന്നപ്പോൾ എൻ്റെ മാതാവ് കർത്താവിൽ ചേർക്കപ്പെടുവാൻ ഇടയായി തീർന്ന്. എൻ്റെ പിതാവ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട്, അതുപോലെ എൻ്റെ മൂത്ത സഹോദരനും എൻ്റെ ഇളയ ഒരു സഹോദരനും ഇളയ സഹോദരൻ 1 മാസമായതുള്ളൂ ഇതുപോലെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാൻ ഇടയായി തീർന്ന്. അവർ രക്ഷിക്കപ്പെട്ടില്ല. പിന്നെ എനിക്കൊരു സഹോദരിയാണുള്ളത്. എൻ്റെ മൂത്ത സഹോദരൻ്റെ മോള് കുടുംബമായിട്ട് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. എന്നെ വിവാഹം ചെയ്ത് അയച്ചത് കുമരകം തന്നെ പള്ളിച്ചറ എന്ന് പറയുന്ന ഇടവട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ് എന്നെ വിവാഹം ചെയ്ത് അയച്ചത്. ദൈവത്തിന് സ്തോത്രം. ആ വിവാഹം ചെയ്ത് അയച്ച സ്ഥലത്ത് എൻ്റെ ഭർത്താവിൻ്റെ പേര് ജോയി എന്നാണ്. എൻ്റെ ഭർത്താവിന് 2 സഹോദരന്മാരും 2 സഹോദരിമാരുണ്ട്. ഇവര് ആകെ 5 പേരായിരുന്നു. എൻ്റെ ഭർത്താവ് 4 മാസമായി എൻ്റെ ഭർത്താവ് കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ചേർക്കപ്പെടുവാൻ ഇടയായി തീർന്ന്. ഇപ്പം 4 മാസമായതേ ഉള്ളു. നാളെ ആകുമ്പോൾ 4 മാസമാകും. ദൈവത്തിന് സ്തോത്രം. എന്നെ വിവാഹം ചെയ്ത് അയച്ചെടുത്ത് എനിക്ക് 2 സഹോദരന്മാരും 2 സഹോദരിമാരും ഉണ്ട്. എനിക്ക് 3 മക്കളെ ദൈവം ദാനമായി തരാൻ ഇടയായി. ആ 3 മക്കള് 2 പെണ്ണും 1 ആണുമാണ്. ദൈവത്തിന് സ്തോത്രം. മൂത്ത മോളെ എരുമേലി മുക്കൂട്ടുതറ എന്ന് പറയുന്ന സ്ഥലത്ത് മോളെ വിവാഹം ചെയ്ത് അയക്കാൻ ഇടയായി തീർന്ന്. അവര് ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ചിലെ പാസ്റ്ററായി കർത്താവിന്റെ വേല ചെയ്യുന്നു. അവർക്ക് 2 മക്കളുണ്ട്. അവരുടെ മൂത്ത മോളെ വിവാഹം ചെയ്ത് അയക്കാൻ ഇടയായി. പിന്നെ ഒരു മോൻ ബിസിനസിനായിട്ട് നടക്കുന്നു. പിന്നെ രണ്ടാമത്തെ മോളെ തൊടുപുഴയിൽ വിവാഹം ചെയ്ത് അയക്കാൻ ഇടയായി തീർന്ന്. അത് വൂൾ ഹോസ്പിറ്റലിലെ സെൻട്രൽ പാസ്റ്ററായിട്ട് കർത്താവിന്റെ വേലയിലായിരിക്കുന്ന. ദൈവത്തിന് സ്തോത്രം. അവർക്കും 2 മക്കള്. അവർ 2 പേരും വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പിന്നെ എനിക്ക് ഇളയതായിട്ട് ഒരു മോനാണുള്ളത്. ആ മോൻ, ദൈവത്തിന് സ്തോത്രം, മോൻ എല്ലാവരും അറിയുന്ന കർത്താവിന്റെ ദാസൻ ഷാജിയം പോളിന്റെ നോട് കൂടെ 7 വർഷം അസിസ്റ്റന്റായി നിന്ന് വീണ്ടും അവിടെ തന്നെ ഒരു ചർച്ചിൽ പാസ്റ്ററായി സേവനം അനുസരിക്കാൻ ദൈവം ഇടയാക്കി. അവിടുന്ന് മോനിപ്പോൾ ന്യൂസിലാൻഡിലാണ്. മോന്റെ ഭാര്യ ന്യൂസിലാൻഡിൽ നേഴ്സായി വർക്ക് ചെയ്യുന്നു. മോനും അവിടെ കുടുംബമായിട്ട് അവരവിടെയാണ്. ദൈവത്തിന് സ്തോത്രം. അവിടെ കർത്താവിന്റെ വേലയായി കടന്നു പോയിരിക്കുന്നത്. കുഞ്ഞുങ്ങളൊക്കെ കർത്താവിന്റെ വേലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നല്ലയോ? അതെ അതെ അതെ, അതൊരു വലിയ അനുഗ്രഹമാണല്ലോ ആൻറ്റി. കുഞ്ഞുങ്ങൾ കർത്താവിന്റെ വേലയിൽ നിൽക്കുന്നത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഞാൻ കഴിഞ്ഞ സൺഡേ ചർച്ചിൽ അത് പറയുകയും ചെയ്തു. ദൈവം രേഖാബ്യ ഗ്രഹത്തിന് കൊടുത്ത അനുഗ്രഹം
രേഹാബിയ ഗ്രഹത്തിൽ എല്ലാ തലമുറയിലും ദൈവത്തെ സേവിക്കുന്ന ആരെങ്കിലും ഉണ്ടാകും എന്നുള്ളൊരു ബ്ലെസ്സിങ്ങാണ് കൊടുത്തത്. അത് വലിയ അനുഗ്രഹമാണ്. നിന്റെ വീട്ടിൽ ഡോക്ടറോ എഞ്ചിനീയറോ ഉണ്ടാകും, നല്ല അനുഗ്രഹം. നിന്റെ കുടുംബത്തിൽ നിന്ന് ദൈവത്തെ സ്നേഹിക്കുന്നവർ അറ്റുപോകത്തില്ല, എല്ലാ തലമുറയിലും ഉണ്ടാകും എന്നുള്ളൊരു വാഗ്ദത്തം. അതൊരു ഭയങ്കര അനുഗ്രഹം. ആൻറ്റിക്ക് ആൻറ്റിയുടെ ജീവിതാനുഭവങ്ങൾ, ചെറിയ പ്രായം മുതലുള്ള അനുഭവങ്ങളെല്ലാം പറയാം കേട്ടോ. ഇനി ഞങ്ങളെ ഇടയ്ക്ക് ചോദ്യമൊന്നും ചോദിക്കത്തില്ല, കണ്ടിന്യൂ ചെയ്യാം. ഇടയ്ക്ക് അത്യാവശ്യം ഉണ്ടെങ്കിലേ ചോദ്യം ചോദിക്കത്തുള്ളൂ, കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ആൻറ്റിക്ക് ജീവിതാനുഭവങ്ങൾ ചെറിയ പ്രായം മുതലുള്ളതെല്ലാം പറയാം, ഞങ്ങൾ കേൾക്കാൻ റെഡിയാണ്. പറഞ്ഞോ, കണ്ടിന്യൂ ചെയ്തു. ശരി പക്ഷേ, കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ അനുഭവ സാക്ഷ്യം ഞാൻ പറയാം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ചെറുപ്രായത്തിൽ ഞാൻ സാധാരണ ഒരു കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു വളരാൻ ഇടയായി തീർന്ന് എൻ്റെ രണ്ട് സഹോദരന്മാർ എൻ്റെ മൂത്തവരുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് എൻ്റെ മാതാപിതാക്കൾക്ക് 3 പെൺപിള്ളേരുണ്ടാകുവാൻ ഇടയായി തീർന്നു. 3 പെൺകുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ എൻ്റെ അനുഭവ സാക്ഷ്യം, 3 പെൺകുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ആ പെൺകുഞ്ഞുങ്ങൾക്ക് ആയുസ് 35 ദിവസം, ചിലപ്പോൾ 40 ദിവസം, കൂടി വന്നാൽ 50 ദിവസം, അത്രയേ ഉള്ളൂ ഈ പെൺകുഞ്ഞുങ്ങൾക്കുള്ള ആയുസ്. പക്ഷേ ആൺകുഞ്ഞുങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. എൻ്റെ സഹോദരന്മാർ 2 പേരും ഒരു കുഴപ്പമില്ല. പക്ഷേ എൻ്റെ മൂത്ത പെൺകുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന ഒരു 35 ദിവസം അങ്ങനെ അവർ നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവം. അങ്ങനെ 4ാമതായി ഞാൻ ജനിക്കുവാൻ ഇടയായി തീർന്ന്. ഞാൻ ജനിച്ചപ്പോഴും അവർക്കുണ്ടായതുപോലെ തന്നെയുള്ള രോഗം എന്നിലും പിടിക്കപ്പെടുവാൻ ഇടയായി തീർന്ന്. എങ്കിലും എൻ്റെ ആ രോഗം എന്നെ കൊണ്ടുപോകാതെ, അല്ലെങ്കിൽ ആ രോഗം എന്നെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടാതെ കർത്താവ് എന്നെ സൂക്ഷിച്ച്. അത് ഞാൻ ഇപ്പോൾ ഓർക്കുമ്പോൾ, അന്നൊക്കെ ഞാൻ ഓർക്കും, എൻ്റെ മാതാപിതാക്കൾ പറയുന്ന ആ ദൈവങ്ങളെ വിടുവിച്ചെന്ന്. ഞാൻ ഇന്ന് ഓർക്കുന്ന, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ എന്നെ എൻ്റെ കർത്താവ് കണ്ടതുകൊണ്ട് 3 മക്കൾ നഷ്ടപ്പെട്ടു പോയപ്പോൾ 4ാമതായി ഞാൻ ഉണ്ടാകുവാൻ ഇടയായത്. എനിക്ക് ദൈവം ആയുസ് തന്നത്, അവർക്കുണ്ടായതുപോലെയുള്ള രോഗമുണ്ടായിട്ടും കർത്താവ് അതിന് മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാതെ ദൈവം ജീവനോടെ ഇരുത്തിയത് എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപ് എന്നെ കണ്ടതുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ ദൈവത്തിന് സ്തോത്രം, ഞാൻ വളരുവാൻ ഇടയായി തീർന്ന് ആ കത്തോലിക്ക സഭയിലുള്ള എല്ലാ കർമ്മങ്ങളും, അതായത് ആദ്യ കുർബാന, അങ്ങനെയുള്ള എല്ലാ കർമ്മങ്ങളും ചെയ്തു വരാൻ ഇടയായി തീർന്ന്. എനിക്ക് പ്രായമായി ചെറുപ്പത്തിൽ തന്നെ എന്നെ വിവാഹം കഴിച്ചയക്കുവാൻ ഇടയായി തീർന്ന്. എന്നെ വിവാഹം ചെയ്ത് കഴിച്ചയച്ചത് ഒരു CSI ബാക്ക്ഗ്രൗണ്ടിലാണ്. ദൈവത്തിന് സ്തോത്രം. അവിടെ കടന്നു ചെല്ലുവാൻ ഇടയായി. ചെന്നപ്പോഴും അവിടെ ദൈവം ആരാണെന്നോ എങ്ങനെ കർത്താവിനെ ആരാധിക്കണമെന്നോ എനിക്ക് അറിയത്തില്ല. അവിടെയും നാമതമായി മാത്രമുള്ളൊരു അനുഭവമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അവിടെ ഞങ്ങൾ അങ്ങനെ എന്നെ വിവാഹം ചെയ്ത് ആ വീട്ടിൽ കടന്നു ചെന്നിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് സമാധാനം എന്താണെന്ന് അറിയത്തില്ല. എൻ്റെ ഭർത്താവ് പക്ഷേ മദ്യപാനി അല്ല, ഒരു കള്ളു കുടിക്കത്തില്ല, ഒന്നുമില്ല. എങ്കിൽ തന്നെയും എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു സമാധാനം കിട്ടാതെയായി. അങ്ങനെ ഞാൻ സമാധാനം കിട്ടാതെ ആയിരുന്നു എന്ന് ചോദിച്ചാൽ, എൻ്റെ മക്കൾക്ക് എപ്പോഴും രോഗവും പ്രയാസവും, അതുപോലെ കുടുംബത്തെ സമാധാനമില്ല. എൻ്റെ ജീവിതം പഠിച്ചു നോക്കിയാൽ കുടുംബത്ത് എനിക്ക് സമാധാനമില്ലാത്ത ഒരവസ്ഥയായി തീർന്ന്. പക്ഷേ എൻ്റെ ഭർത്താവ് മദ്യപാനി അല്ല, എങ്കിൽ തന്നെയും എനിക്ക് സമാധാനമില്ലാതെയായി. കുഞ്ഞുങ്ങൾക്ക് രോഗം, എപ്പോഴും ആശുപത്രിയിലാണ്. പിന്നെ പ്രത്യേകിച്ചും എൻ്റെ ഒരു മൂത്ത മോളുണ്ടായി, കുഴപ്പമൊന്നുമില്ല. 2ാമത്തെ മോളുണ്ടായി. 1 വയസ്സായപ്പോൾ എൻ്റെ മോൾക്ക് ഈ കോട്ട് രോഗം വരാൻ തുടങ്ങി. അങ്ങനെ കോട്ട് രോഗം വരാൻ തുടങ്ങി. ഞാൻ ലോകത്തിൽ അമ്പലങ്ങൾ, പള്ളികൾ മുഴുവൻ ഈ കുഞ്ഞുമായിട്ട് ഓടുവാൻ തുടങ്ങി. അങ്ങനെ മൂത്ത മോളുണ്ടായി. 2ാമത്തെ മോള് 1 വയസ്സായപ്പോൾ രോഗം തുടങ്ങി. മോക്ക് 3 വയസ്സായപ്പോൾ മോനുണ്ടായി. സ്തോത്രം. ആ മോനുണ്ടായ സമയത്തും ഞാൻ ഈ മോളുമായിട്ട്, എൻ്റെ 2ാമത്തെ മോളെ എനിക്ക് എവിടെ ചെന്ന് അവൾക്ക് സൗഖ്യം കിട്ടും, ഞാനിങ്ങനെ ആലോചിക്കാൻ തുടങ്ങി. എന്തിനെ പോയാൽ, എങ്ങനെ ചെയ്താൽ. അപ്പോൾ എന്നോട് ഓരോരുത്തരും, എൻ്റെ കൂട്ടുകാരായിട്ടും നാട്ടുകാരായിട്ടും വീട്ടുകാരായിട്ടും എല്ലാവരും പറയാൻ തുടങ്ങി, ഇന്ന കർമ്മങ്ങൾ ഇന്ന നേർച്ചകൾ, കാഴ്ചകളെല്ലാം നടത്താൻ പറയാൻ എന്നോട് തുടങ്ങി. ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ചെയ്യാവുന്ന നേർച്ചകളും കാഴ്ചകളും എല്ലാം ആർക്ക് വേണ്ടി ചെയ്ത്? എൻ്റെ ഇളയ മോക്ക്, 2ാമത്തെ മോക്ക് വേണ്ടി ചെയ്തു. അവിടെയൊന്നും എൻ്റെ കുഞ്ഞിന് സൗഖ്യം കണ്ടില്ല. അങ്ങനെ ഞാൻ വിഷമിച്ച് ഇരിക്കുന്ന സമയം, അന്ന് ഞങ്ങൾ ഈ CSI തന്നെയാ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത്
ആ CSI ഉള്ള ഒരു മാതാവ് എന്നോട് പറയുവാൻ ഇടയാ തീർന്ന്. ഞാൻ അന്നേരം എവിടെയെല്ലാം എണ്ണകൾ ഒഴിക്കാനോ നേർച്ച നേരാനോ ഞാൻ ഓടും. അങ്ങനെ ഓടിയ ഒരു സമയത്ത് ഞങ്ങളുടെ കുമരകത്ത് അവിടെ ഒരു പള്ളിയുണ്ട്, പേരുകെട്ടൊരു പള്ളിയാ അവിടങ്ങളിൽ. ആ പള്ളിയിൽ ഒരു ദിവസം 4 മണി ആയപ്പോൾ കുറെ എണ്ണയൊക്കെ മേടിച്ചുകൊണ്ട് ഞാൻ ഓടുന്ന സമയത്ത് ഒരു മാതാവ് എന്നോട് പറയാൻ ഇടയായി തീർന്ന്. ഞാൻ അങ്ങ് ഒഴിക്കാൻ പോയപ്പോൾ അവരെന്നെ ഒന്നും പറഞ്ഞില്ല. പക്ഷെ ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് ആ മാതാവ് എന്നോട് പറയാൻ ഇടയായി തീർന്ന്, കുഞ്ഞെ നീ പോയപ്പോൾ ഞാനൊന്നും മിണ്ടിയില്ല. പക്ഷെ നിന്റെ ഒരു സൂര്യനെ കൊണ്ട് ലോകത്തെ പ്രകാശിപ്പിക്കുന്ന ദൈവത്തിന്, ഒരു ഇടിവെട്ട് കൊണ്ട് ലോകത്തെ നടുക്കുന്ന ദൈവത്തിന് നിന്റെ 50 പൈസയുടെ മെഴുകുതിരിയോ 50 പൈസയുടെ എണ്ണയോ വെടിക്കെട്ടോ വല്ലതും വേണോന്ന് എന്നോട് ചോദിച്ച്. എന്നിട്ട് അവരെന്നോട് പറഞ്ഞു, കുഞ്ഞെ നിന്നെ ആ ദൈവത്തിന് ആവശ്യമെന്ന് പറയുവാൻ ഇടയായി തീർന്ന്. ദൈവത്തിന് സ്തോത്രം. നിന്നെ ആവശ്യം, നിന്നെ തന്നെ ദൈവത്തിന് കൊടുക്കാൻ പറഞ്ഞ്. ഇതെനിക്കറിയത്തില്ല, ദൈവമാറി ഞാൻ കത്തോലിക്ക ജനിച്ച് വളർന്നത് കൊണ്ട് എങ്ങനെ ദൈവത്തെ സേവിക്കണമെന്ന് എനിക്കറിയത്തില്ല. ദൈവം ആരാണെന്നോ എങ്ങനെയൊന്നും അറിയത്തില്ലാത്ത സമയത്താണ് ഈ കുഞ്ഞിന് രോഗം വരുന്നത്. അങ്ങനെ ഞാൻ ആ മാതാവിനോട് പറഞ്ഞ്, ആൻറ്റി എൻ്റെ കുഞ്ഞിന് സൗഖ്യം കിട്ടുവാണെങ്കിൽ ഞാൻ യേശുവിന് വേണ്ടി ജീവിച്ചോളാം. ഞാൻ ദൈവത്തിന് വേണ്ടി, എന്നെ വിടിവിക്കുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ, എൻ്റെ കുഞ്ഞിനെ വിടിവിക്കുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിച്ചോളാമെന്ന് ഞാൻ തീരുമാനമെടുക്കുവാൻ ഇടയായി തീർന്ന്. ഞാൻ അവരോട് പറയുവാൻ ഇടയായി തീർന്ന്. ഉടനെ അവരെന്നോട് പറഞ്ഞു, കുഞ്ഞെ നീ ഒരു 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞ്. സ്തോത്രം. അത് CSI ഇതിലാക്കി ആ സഭ എൻ്റെ ചർച്ചിലാണ്. പക്ഷെ ഞാൻ അന്ന് ഉപവസിച്ച് 3 ദിവസം ഞാനും എൻ്റെ ഭർത്താവും കൂടെ ഉപവസിച്ച് എൻ്റെ കുഞ്ഞിന് വേണ്ടി ഉപവസിച്ച് ആ ചർച്ചുമാരെ ഉപവസിച്ച് പ്രാർത്ഥിക്കുവാൻ ഇടയായി തീർന്ന്. 3-ാമത്തെ ദിവസം പൂർണ്ണമായി എൻ്റെ കുഞ്ഞിനെ കർത്താവ് വിടുവിച്ച് അന്ന് കണ്ട മിസ്രൈമിനെ ഇന്ന് വരെയും കാണാൻ ദൈവം ഇടയാക്കിയിട്ടില്ല. ഇന്ന് എൻ്റെ കുഞ്ഞിന് 47 വയസ്സ് ആയി. ദൈവത്തിന് സ്തോത്രം. 46 വയസ്സ് കഴിഞ്ഞ് ആ കുഞ്ഞിനെ ഇന്ന് വരെ കൃപയാലെ ആ രോഗം കാണാൻ ഇടയായിട്ടില്ല. അതുപോലെ തന്നെ അത് തന്നെയല്ല, ഞാൻ ആ നേർച്ച കാഴ്ചകൾ വെച്ച ഒരു വ്യക്തി പോലും, ആര് പോലും എന്നോട് ഇതിനെക്കുറിച്ച് ചോദിക്കുവാനും ദൈവം ഇടയാക്കിയിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഞാൻ ഇരുന്നപ്പോഴും ഞാൻ എവിടെയാ നിൽക്കുന്നത്? CSI ബാഗിലോട്. ദൈവത്തിന് സ്തോത്രം. പക്ഷേ എന്നിട്ടും സമാധാനം കിട്ടുന്നില്ല. കുഞ്ഞിന് സൗഖ്യം കിട്ടിയത് ശരിയാ, മറ്റൊന്ന് ഈ ആശുപത്രികളിൽ നിന്ന് ഇറങ്ങാൻ സമയമില്ലാതെ ഇരുന്ന സമയമാണ്. പക്ഷെ അവിടുന്നെല്ലാം ദൈവം വിടുവിച്ച് കുഞ്ഞിന് സൗഖ്യം കിട്ടിയെങ്കിലും എൻ്റെ ജീവിതത്തിൽ എനിക്ക് സമാധാനം എന്നാണെന്ന് അറിയത്തില്ലാതെ പോയി. അങ്ങനെ എനിക്ക് കാര്യം കിട്ടിയാൽ മതി, അന്നേരം എനിക്ക് സങ്കടം വരും, വിഷമമായി തീരും. ഞാൻ ആ സമയത്ത് എന്തെടുക്കും, എനിക്ക് വളരെ ഭാരം വരും. ആരെങ്കിലും എന്നോട് എന്തെങ്കിലും പറയുമ്പോഴേ എനിക്ക് വളരെ ഭാരം വരുവാൻ ഇടയായി തീരും. അങ്ങനെ ദൈവത്തിന് സ്തോത്രം. ഞാൻ ആ ഭാരപ്പെടുന്ന സമയത്ത് ഒരു ദിവസം നിസാര കാര്യം, എന്താ, എൻ്റെ ഭർത്താവ് മദ്യപിക്കത്തില്ല. എന്നെ കേൾക്കുന്നവരെ, ഒരു മദ്യപാനി അല്ലാത്ത എൻ്റെ ഭർത്താവിൽ നിന്ന് എനിക്ക് സമാധാനം കിട്ടുന്നില്ല. ആ സമാധാനം കിട്ടാതെ വന്ന സമയത്ത് ഏതോ ഒരു വിഷയത്തിന്, ദൈവത്തിന് സ്തോത്രം, ഞാൻ എന്തെടുക്കും, എൻ്റെ മനസ്സിൽ വരുവാ എനിക്ക് മരിക്കണം. ആ മരിക്കണമെന്നുള്ള ചിന്ത എൻ്റെ ഹൃദയത്തിലോട്ട് കയറിയിട്ട് എനിക്ക് മരിക്കണം. പക്ഷേ എൻ്റെ കുഞ്ഞിന് സൗഖ്യം കിട്ടി, അത് ഒക്കെ ശരിയാ. എങ്കിൽ തന്നെയും ആ ദൈവത്തിന്റെ സമാധാനം എന്നിലേക്ക് വരാതിരുന്നപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും മരിക്കണമെന്നുള്ളൊരു ആഗ്രഹം എൻ്റെ മനസ്സിൽ വന്ന്. അന്ന് ഒരു ദിവസം എൻ്റെ ഭർത്താവിനെയും 3 മക്കളെയും ഞാൻ എന്തെടുത്ത് അവരെ എൻ്റെ ഭർത്താവിന്റെ അച്ഛന്റെ പിതാവിന്റെ പ്രാർത്ഥനയാ. ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അവരെ 3 പേരെയും കൂടി കൂട്ടി ആ വീട്ടിലേക്ക് പറഞ്ഞു വിട്ട്. അതൊരു ഒരു 10 രൂപയുടെ ബസ് കയറി പോകുന്ന ഇതാ. അങ്ങനെ ബസ് കയറി അവരെ വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിന് എനിക്ക് തോന്നി മരിക്കണം. ഞാൻ അവരോട് പറഞ്ഞ്, ജോയിച്ചാൻ പൊക്കോ, എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, ജോയിച്ചാനും മക്കളും പൊക്കോ, എനിക്ക് ശകലം ജോലിയും കൂടെ തീർക്കാനുണ്ട്, തീർത്തിട്ട് ഞാൻ വരാമെന്ന് അവരോട് പറഞ്ഞിട്ട് ഞാൻ വീട്ടിലിരുന്ന്. പക്ഷെ ഇവരങ്ങ് പോയി പ്രാർത്ഥന അവിടെ തുടങ്ങി, ബസോട്ടം നിന്ന്. ആ സമയത്ത് ഞാൻ ഇവിടെ മരിക്കുവാൻ വേണ്ടി ഞങ്ങളൊക്കെ ഈ പാടത്തിന് നടുക്ക് ഒരു ദ്വീപിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് കൃഷിയാണ് 4 വശവും. ആ കൃഷി ആയിരിക്കുന്ന സമയത്ത് കണ്ടത്തിലെ പാടത്തിടാനുള്ള വിഷം
അതായത് ഏറ്റവും കൂടിയൊരു വിഷമുണ്ട്. ആ വിഷം മേടിച്ചുകൊണ്ട് കണ്ടത്തിലിടാൻ വീട്ടിൽ വെച്ചിട്ടുണ്ട്. ഇവര് പോയ സമയത്ത് ഞാൻ എന്ത് ചെയ്ത്, ആ വിഷം എടുത്ത് ഒരു ഉരുളയൊക്കെ ചോറൊക്കെ ഉരുട്ടി അതിനകത്ത് ഈ വിഷമാക്കി അതിങ്ങനെ ഒരു മേശപ്പുറത്ത് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ എന്തെടുക്കുക, ഈ വിഷം കഴിക്കുകയും ഉരുളയെടുത്ത് കഴിക്കുവാൻ വേണ്ടി എൻ്റെ വായോടടുപ്പിക്കുന്ന സമയത്ത്, അന്നേരം എൻ്റെ ഈ രണ്ടാമത്തെ മോള് രോഗസൗഖ്യം പ്രാപിച്ച് കഴിഞ്ഞപ്പോൾ അവളോട് വലിയ സ്നേഹമായി തീർന്ന്. അവളെ കാണാതെ ഞാൻ ഉറങ്ങത്തില്ല, എന്നെ കാണാതെ എൻ്റെ മോൾ ഉറങ്ങത്തില്ല. അങ്ങനെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന്, അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ ഉരുളയെടുത്ത് എൻ്റെ വായുടെ നേരെ കൊണ്ടുവരുമ്പോൾ മയിലുകൾക്ക് അപ്പുറം നിൽക്കുന്ന എൻ്റെ കുഞ്ഞ് എൻ്റെ പുറകിൽ നിന്ന് അമ്മേന്ന് അലറുന്ന ഒരു അനുഭവം എനിക്കുണ്ടാവും. ഞാൻ ആ ഉരുള അവിടെ വെച്ചിട്ട് വീണ്ടും വീടിന് ചുറ്റി നടന്നിട്ട് വീണ്ടും വന്ന് ഈ ഉരുള എൻ്റെ വായുടെ നേരെ കൊണ്ടുവരും. ആ കൊണ്ടുവരുന്ന സമയത്ത് എൻ്റെ കുഞ്ഞു പുറകിൽ നിന്ന് അലറുന്ന ഒരു അനുഭവം ഞാൻ കേൾക്കുക. അങ്ങനെ 3 പ്രാവശ്യവും ഞാൻ ഈ ഉരുള എടുത്തു കൊണ്ടുവന്നിട്ട് എനിക്കതിനെ കഴിക്കുവാൻ കഴിയാതെ ഞാൻ അതെടുത്തു ഇങ്ങനെ മേശയുടെ മുകളിൽ വെക്കുവാൻ ഇടയായി തീർന്ന്. വെക്കുന്ന സമയത്ത് എൻ്റെ മോളും ഭർത്താവും മക്കളും 3 പേരും ഭർത്താവുമായി വീട്ടിലേക്ക് കയറി വരുന്ന അനുഭവമാണ് ഞാൻ കാണുന്നത്. മരിക്കാൻ പോലും സമ്മതിക്കയില്ല എന്ന് പറഞ്ഞ് ഞാൻ ആ വിഷം എടുത്തുകൊണ്ട് പാടത്തേക്ക് എറിയുവാൻ ഇടയായി തീർന്ന്. അങ്ങനെ ഈ സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതെ അന്ന് കഴിഞ്ഞ് ഞാൻ പിറ്റേ ദിവസം നേരം വെളുക്കുന്ന സമയത്ത് കേൾക്കണോ ദൈവദാസി, ഞാൻ നേരം എഴുന്നേറ്റ് വരുമ്പോ 2 ദൈവദാസന്മാർ ഞങ്ങളുടെ മുറ്റത്ത് നിൽക്കുക. അത് ആരാണെന്ന് ഇന്നും എനിക്കറിയത്തില്ല, അന്നും അറിയത്തില്ല. ആ 2 ദൈവദാസന്മാർ കയറി വന്നിട്ട് എന്നോട് പറയുന്ന ഒരു ഭാഗമുണ്ട്, ആത്മഹത്യ ഒരു പരിഹാരമല്ല മോളെ എന്ന് പറയുവാൻ ഇടയായി തീർന്നു. ആ ദൈവദാസന്മാരെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ ഇപ്പോഴും ഓർക്കുന്നത് ദൈവത്തിന്റെ ദൂതനായിരിക്കുമെന്ന് ഞാൻ കരുതുക. സ്വത്രം ദൈവത്തിന്റെ ദൂതന്മാരാണ് തിരക്കി വന്നത്. അന്ന് മരിക്കുന്ന അന്ന് പിറ്റേ ദിവസം രാവിലെ വന്ന് പറയാ, മോളെ ആത്മഹത്യ ഒരു പരിഹാരമല്ല, കർത്താവ് നിന്നെ വിടിവിക്കും, നിന്നെ കുടുംബത്തെ വിടിവിക്കും, നിനക്ക് സമാധാനം തരുമെന്ന് ആ ദൈവദാസന്മാർ അവര് പറഞ്ഞു പോകുവാൻ ഇടയായി തീർന്ന്. എന്നിട്ടും എനിക്ക് ശരിക്കും ഒന്ന് കടന്നു വരുവാനായിട്ട് പറ്റുന്നില്ല. ഞങ്ങളുടെ അടുത്തുള്ള സുഗണൻ പാസ്റ്റർ എന്ന് പറയുന്ന ഒരു പാസ്റ്റർ വന്ന് എന്നോടും എൻ്റെ ജോയിച്ചാനോടും ഇതുപോലെ സുവിശേഷം പറയും. ഞങ്ങൾ അന്നേരം പറയും, ഞങ്ങൾ ദൈവത്തെ സേവിക്കുന്ന, നിങ്ങളുടെ ദൈവത്തെ വേണ്ട എന്നൊക്കെ അവരോട് പറയും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദൈവത്തിന് സ്തോത്രം ഒന്ന് പരീക്ഷിച്ച് നോക്കാം എന്ന് കരുതി ഞാനും എൻ്റെ രോഗിയായിരുന്ന ആ മോളും കൂടി ഒരു ഞായറാഴ്ച ഞങ്ങൾ 2 പേരും കൂടെ ഒരു ആരാധനയ്ക്ക് കടന്നു പോകുവാൻ ഇടയായി തീർന്ന്. ആ ആരാധനയ്ക്ക് കടന്നു പോയിട്ട് വന്ന സമയത്ത് എൻ്റെ ഭർത്താവ് ഞങ്ങളെ വീട്ടിൽ കയറ്റത്തില്ല. പെന്തക്കോസിൽ പോയ ഇങ്ങോട്ട് കയറണ്ട എന്ന് പറഞ്ഞ് ഞങ്ങളെ ഭർത്താവ് വഴക്ക് പറയുവാനിടയായി തീർന്ന്. അതും കഴിഞ്ഞ് പിന്നെയും ഞങ്ങൾ ഇതുപോലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ 3 മക്കളെയും ഈ സുഗണൻ പാസ്റ്റർ രാവിലെ വന്ന് സൺഡേ സ്കൂളിന് കൊണ്ടുപോകും. 3 മക്കളെയും അവര് 2 പേര് നടത്തും. ഒരു കുഞ്ഞിനെ തോളിലേറ്റിക്കൊണ്ട് ഒത്തിരി ദൂരം നടക്കണം. പാടത്തിന്റെ നടുക്ക് ഒരു ദ്വീപ് പോലെയാണ് ഞങ്ങളുടെ വീട്. അവിടുന്ന് ഒത്തിരി നടന്ന് വേണം ഈ പള്ളി വരെ ചെല്ലാൻ, ചർച്ചിൽ ചെല്ലാൻ. അങ്ങനെ കൊണ്ടുപോകുമ്പോഴും ഞങ്ങൾ പാസ്റ്ററോട് പറയും, മക്കളെ കൊണ്ടുപോകൂ, പക്ഷെ ഞങ്ങൾ വരത്തില്ലെന്ന് പറയും. അങ്ങനെ ഞങ്ങൾ കുറേ നാൾ കഴിഞ്ഞപ്പം വീണ്ടും സമാധാനക്കേട് വീട്ടിൽ വരുവാൻ ഇടയായി. ഒടുവിൽ ഞങ്ങൾ 2 പേരും കൂടി മോളുമായിട്ട് അങ്ങനെയാണ് ഞങ്ങൾ ആരാധനയ്ക്ക് പോകുവാൻ ഇടയായി തീർന്നത്. ആ ആരാധനയ്ക്ക് പോയി 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവ് കടന്നു വരുവാൻ ഇടയായി തീർന്ന്. അങ്ങനെ ഞങ്ങൾ ദൈവസഭയിൽ കടന്നു പോകുവാനും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ സൺഡേ സ്കൂൾ പഠിക്കുവാനും അവിടുത്തെ ദൈവദാസന്മാരും ദൈവമക്കളും ഒക്കെ ഞങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തി അവരെ പഠിപ്പിച്ച് അവരെ സൺഡേ സ്കൂൾ പഠിപ്പിച്ച് കഴിഞ്ഞാണ് എൻ്റെ മക്കൾ വലുതായി. അന്നേരം ഞാൻ എൻ്റെ ഒരു മോളെ കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ നീ ഒരു മോളെ എനിക്ക് തന്നെങ്കിൽ, അന്ന് കുഞ്ഞുങ്ങൾ ചെറുപ്പമാണ്, അന്നത്തെ എനിക്ക് എൻ്റെ ആ സന്തോഷത്തിന് ഞാൻ പറഞ്ഞു, കർത്താവേ ഒരു മോളെ എനിക്ക് കർത്താവ് തിരിച്ചു തന്നെങ്കിൽ എൻ്റെ 3 മക്കളെ എൻ്റെ കർത്താവിനാണെന്ന് ഞാൻ
സമർപ്പിക്കാനിടയായി. അന്ന് എങ്ങനെയാണെന്നോ കർത്താവിന്റെ വേല എങ്ങനെയാണെന്നോ ഇതൊന്നും എനിക്കറിയത്തില്ല ദൈവദാസിമാരെ. ദൈവത്തിന് സ്തോത്രം. അന്ന് ഞാൻ പറയുക, ഒരു കുഞ്ഞിനെ കർത്താവെ നീ എനിക്ക് തന്നല്ലോ, എൻ്റെ 3 കുഞ്ഞുങ്ങളെ എൻ്റെ കർത്താവിനാണെന്ന് അന്ന് നേരുവാൻ ഇടയായി തീർന്ന്. പക്ഷെ എൻ്റെ പ്രാർത്ഥനയോ എൻ്റെ നേർച്ചയുടെയോ എൻ്റെ വാക്കിൻ്റെയോ എൻ്റെ പ്രാർത്ഥനയോടോ വിശുദ്ധിയുള്ള ജീവിതം കൊണ്ടല്ല, എൻ്റെ കർത്താവിൻ്റെ കൃപയാലെ അവർ വളർന്നു വന്നപ്പോൾ 3 പേരെയും കർത്താവിൻ്റെ വേലയ്ക്കായി കാണുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. ഭാഷ മുമ്പേ പറഞ്ഞ് ദൈവത്തിന് സ്തോത്രം, 3 പേരും കർത്താവിൻ്റെ വേലയിലായത് സന്തോഷമെന്ന്. എൻ്റെ ജീവിതത്തിൽ അത് മാത്രമാണ് സന്തോഷം, എനിക്ക് ഏറ്റവും സന്തോഷം. ഞങ്ങൾ വളരെ സന്തോഷത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവ വിശ്വാസത്തിൽ ആരാധനയ്ക്ക് ഒറ്റ ആരാധന മുടക്കത്തില്ല. കുഞ്ഞിന് സൗഖ്യം കിട്ടിയപ്പോൾ ഞാൻ കർത്താവിലേക്ക് കൂടുതൽ അടുത്ത്. എനിക്ക് ഈ ലോകത്തിൽ ഒന്നും അല്ല, പിന്നെ എനിക്ക് എൻ്റെ കർത്താവിന് വേണ്ടി എന്ത് ചെയ്യണം? എൻ്റെ കുഞ്ഞിനെ കർത്താവ് വിടുവിച്ചല്ലോ. ഞാൻ ലോകത്തിൽ അമ്പലങ്ങൾ പള്ളികൾ മുഴുവൻ ഓടിയിട്ട് സൗഖ്യമില്ലാതിരുന്ന സമയത്ത് എൻ്റെ കുഞ്ഞിന് കർത്താവ് ജീവനെ തന്നതാ. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, കർത്താവേ ഇനി കർത്താവിന് വേണ്ടി എന്ത് ചെയ്യണം എന്ന് ആഗ്രഹിച്ച് ഞാൻ ഓടുവാൻ തുടങ്ങി. എവിടെ പ്രാർത്ഥനയുണ്ടെങ്കിലും ഞാൻ പോകുവാൻ തുടങ്ങി. ഞങ്ങൾ വിശ്വാസത്തിൽ വന്ന് 2 പേരും ഞങ്ങൾ ജോയിച്ചാനും ഞാനും ഒരുമിച്ച് സ്നാനപ്പെടുവാൻ ഇടയായി തീർന്ന്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കർത്താവിന് വേണ്ടി ആവോടി ഓടി. ഞങ്ങളുടെ കുമരകത്ത് അന്ന് 12 വാർഡാണ് ഉള്ളത്. ആ 12 വാർഡിൽ ഒരു വീട് പോലും ഇല്ലാതെ ഞങ്ങൾ കയറി ഇറങ്ങി ട്രാക്ടർ കൊടുക്കാനും സുവിശേഷം പറയുവാനും സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. ദൈവത്തിന് സ്തോത്രം. അന്ന് വെള്ളിയാഴ്ച ദിവസം ഞങ്ങള് എല്ലാ ദിവസവും വെള്ളിയാഴ്ച ദിവസം ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോകും. ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോയിട്ട് ഞങ്ങൾ എന്തെടുക്കും, ഉച്ച കഴിയുമ്പം ഒന്നേ ചർച്ചിൽ നിന്ന് എന്തെങ്കിലും കഴിക്കും, അല്ലെ കടയിൽ നിന്ന് കഴിച്ചിട്ട് ഞങ്ങൾ 2 പേരും ട്രാക്ടർ കൊടുക്കാൻ ഓടും. ഓടി സുവിശേഷം പറഞ്ഞ് വൈകുന്നേരം വരും. ഇട ദിവസങ്ങളിലെല്ലാം ഞങ്ങൾ ജോലിക്ക് പോകും. അങ്ങനെ ഞങ്ങൾ ജോലിക്ക് പോവുകയും കർത്താവിന് ഒറ്റ പ്രാർത്ഥന പോലും മുടക്കാതെ പോകുവാൻ ഇടയായി തീർന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം സഹോദരിമാരുടെ മീറ്റിങ്ങുകളുണ്ട്, സഹോദരിമാരുടെ പരസ്യങ്ങളുണ്ട്. ഇതിനെല്ലാം ഞാൻ പോകാനിടയായി തീർന്ന്. എനിക്ക് വേറെ ഒന്നും ചിന്തയില്ല, എൻ്റെ കർത്താവിനെ എങ്ങനെ ഉയർത്തണം. അങ്ങനെയുള്ള ചിന്തയോടെ ഞാൻ മുന്നോട്ട് പോകുന്ന സമയത്ത് ദൈവത്തിന് സ്തോത്രം, എപ്പോൾ പോയാലും സാക്ഷ്യം പറയാൻ പോകും. കുഞ്ഞിനെ വിടുവിച്ച കാര്യം സാക്ഷ്യം പറയാൻ തുടങ്ങി. അങ്ങനെ ഞാൻ സാക്ഷ്യം പറയാൻ തുടങ്ങി. പക്ഷേ എനിക്ക് കൂടുതൽ ഒത്തിരി വിദ്യാഭ്യാസമൊന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. എങ്കിലും ഞാൻ എൻ്റെ കർത്താവിനോട് ഞാൻ പറയും, കർത്താവേ ഇതുപോലെ സാക്ഷ്യം പറയാനും ട്രാക്ടർ കൊടുക്കാനും എല്ലാം പോയിട്ട് വന്നിട്ട് ഞാൻ വീട്ടിൽ വന്ന് ഞാൻ കരയും, കർത്താവേ എനിക്ക് എന്താ അങ്ങ് വിദ്യാഭ്യാസം തരാഞ്ഞ് എന്ന് ചോദിക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഞാൻ കരഞ്ഞും പ്രാർത്ഥിച്ചും എല്ലാ മീറ്റിങ്ങുകൾക്ക് പോയി വരുന്ന സമയത്ത് ഞാൻ എൻ്റെ വിശ്വാസത്തിൽ വന്നിട്ട് 14 വർഷം മരുന്ന് കഴിക്കാതെയായി. മരുന്നായി കഴിക്കത്തില്ല. എനിക്ക് വരുന്ന രോഗങ്ങളെ അന്ന് ഞാൻ എൻ്റെ മക്കളോട് പറയും, മക്കളെ പ്രാർത്ഥിക്കുക, ഇതുപോലെ എനിക്ക് രോഗമായെന്ന് പറയുമ്പോൾ അവർ പ്രാർത്ഥിക്കും. അവർ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ആ രോഗം മാറും. അങ്ങനെ ഞാൻ ദൈവത്തിന് സ്തോത്രം നാളുകളായി ഇങ്ങനെ മുന്നോട്ട് പോകുന്ന 14 വർഷവും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ തൊണ്ണയിൽ ചില സമയത്ത് വെള്ളം ഇറങ്ങുകയില്ല, ചില സമയത്ത് ചോറ് ഇറങ്ങുകയില്ല. ഇങ്ങനെ ആ അസുഖം വരാൻ തുടങ്ങി. ഞാൻ വണ്ണം വെക്കാൻ തുടങ്ങി. ആ കാലയളവിൽ ദൈവത്തിന് സ്തോത്രം എല്ലാവരുടെയും നിർബന്ധം കൊണ്ട് ഞാൻ എന്തെടുത്ത് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോയി. ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ എൻ്റെ തൊണ്ണയിൽ വലിയൊരു മുഴയാണ്. ദൈവത്തിന് സ്തോത്രം. ആ മുഴ പരിശോധിച്ച് നോക്കിയപ്പോൾ അത് അകത്തോട്ടുള്ള ഒരു വലിയ മുഴയായിരുന്നു പറയുവാനിടയായി തീർന്ന്. ഞാൻ മരുന്ന് കഴിക്കലെന്ന് പറഞ്ഞെങ്കിലും മരുന്ന് കഴിക്കാൻ തുടങ്ങി. 2.5 വർഷം മരുന്ന് കഴിച്ചിട്ടും എൻ്റെ ഈ രോഗത്തിന് യാതൊരു കുറവുമില്ല. അങ്ങനെ കുറവില്ലാതെ ഇരിക്കുക. ഈ തൈറോയ്ഡ്സ് എന്ന് പറയുന്ന ഗുളികയിൽ 100 ഗുളികയാണ് ഞാൻ കഴിക്കുന്നത്, ഡോസുള്ള ഗുളിക കഴിക്കുന്നത്. എന്നിട്ടും എനിക്കൊരു കുറവുമില്ല. ഇതിനിടയ്ക്ക് ദൈവകൃപയാലെ ഒരു 21 ഇരിക്കുവാനും 7 ഇരിക്കുവാനും 3 ഇരിക്കുവാനും എല്ലാം കർത്താവ് സഹായിച്ച്. ദൈവകൃപയാ, ദൈവത്തിന് സ്തോത്രം. അന്നേരം ഞാൻ ഉപവസിക്കുമ്പോൾ എൻ്റെ ശരീരം ക്ഷീണിക്കും, തൊണ്ണര മുഴ വലുതാകും. അങ്ങനെ ഞാൻ വളരെ ഭാരപ്പെട്ട് വേദനയോടെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ചർച്ചിൽ 3 ദിവസം ഉപവാസ പ്രാർത്ഥന നടക്കുക. ആ ഉപവാസ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് 3 ദിവസം പോയി ഉപവസിച്ച് ബുധൻ, വ്യാഴം, വെള്ളി, ശനിയാഴ്ച വെളുപ്പിനെ ഞാനും എൻ്റെ ഭർത്താവും ഒരുമിച്ച് എഴുന്നേറ്റിരുന്ന് പാട്ടുപാടി പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് ശ്വാസം കിട്ടാതെ വന്ന്. ആ ശ്വാസം കിട്ടാതെ വന്നപ്പോൾ ഞാൻ വിക്കി പ്രാർത്ഥിച്ച് പ്രാർത്ഥന നിർത്തി. അപ്പോൾ എൻ്റെ ഭർത്താവ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ ഭർത്താവ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ആവലോടെ കരയാൻ തുടങ്ങി. ദൈവദാസന്മാർ പറയുന്നത് പോലെ നിലവിട്ട് ഞാൻ വിളിക്കുവാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം.
ഹല്ലേലൂയ. നിലവിട്ട് ഞാൻ വിളിക്കുവാൻ തുടങ്ങി. കരഞ്ഞ് ഞാൻ വലിയ ഒച്ചനെ കരയുക, കർത്താവേ എന്ന് പറഞ്ഞ് കരയുന്ന സമയത്ത് ഭർത്താവ് പ്രാർത്ഥിച്ച് തീർന്നിട്ട് എന്നോട് ചോദിച്ച് എന്തിനാ കരയുന്നെന്ന് ചോദിക്കുവാനിടയായി. പെട്ടെന്ന് ഞാൻ പറഞ്ഞ് എന്റെ തൊണ്ടയിൽ കൊണ്ട് കൈവെക്കാൻ ഞാൻ പറയുക ഭർത്താവിനോട്. പെട്ടെന്ന് തന്നെ ഭർത്താവ് കൈ കൊണ്ട് തൊണ്ടയിൽ വെച്ച് പെട്ടെന്ന് പുറമെ ഞാനും ഇങ്ങനെ രണ്ടുപേരും കൂടെ കൈ വെച്ച് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്ക് ജോയിച്ചാൻ എന്ന് പറയാൻ ഇടയായി തീർന്ന്. പെട്ടെന്ന് ജോയിച്ചാൻ പ്രാർത്ഥിക്കുക. 38 വർഷം കുളക്കരെ കിടന്ന പക്ഷപാതക്കാരനായ രോഗിയോട് യേശു നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് ഞാൻ യേശുവേ എനിക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടെന്ന് ഒരൊറ്റ അലറി. അന്ന് എൻ്റെ തൊണ്ടയിലെ മുഴ പോയതാ. ദൈവത്തിന് സ്തോത്രം. 10 വർഷമായി ഇന്ന് വരെയും കൃപയാല് ഒരു ഗുളിക പോലും കഴിക്കാതെ കർത്താവ് എന്നെ ആ രോഗത്തിൽ നിന്ന് വിടുവിച്ച്. ദൈവത്തിന് സ്തോത്രം. ഇതിനിടയ്ക്ക് എൻ്റെ ദൈവത്തിന് സ്തോത്രം, എൻ്റെ മക്കൾ വലുതായി. ദൈവത്തിന് സ്തോത്രം. അവര് പഠിക്കുവാൻ തുടങ്ങി. എൻ്റെ മോൻ ഇതുപോലെ ദൈവം വിടുവിച്ച ഒരു വിടുതലും കൂടി. എൻ്റെ മോൻ +2 പഠിക്കുന്ന സമയത്താണെന്ന് ഞാൻ ഓർക്കുന്നു. ആ സമയത്ത് എൻ്റെ മോൻ ഞാൻ പറഞ്ഞല്ലോ പാടമാണ്, വീടിന്റെ ചുറ്റും പാടമാ. വെള്ളം കയറ്റിയിട്ട് കഴിഞ്ഞാൽ ഒരു ദ്വീപ. ഞങ്ങൾക്ക് അങ്ങോട്ട് പോകണമെങ്കിലും ഇങ്ങോട്ട് പോകണമെങ്കിലും എല്ലാം വള്ളത്തെ കൂടി മാത്രമേ ഉള്ളൂ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ പോകാവുന്ന സമയത്ത് 11 kV എന്ന് പറയുന്ന ഒരു ലൈൻ, ആ 11 kV ലൈൻ ഇങ്ങനെ വെള്ളം പൊങ്ങി ഞങ്ങളുടെ വീടിനോട് ചേർന്ന് കിടക്കുക. ആ സമയത്ത് 11 kVയുടെ കമ്പി ഇങ്ങനെ താണ് കിടക്കുക. പക്ഷെ എൻ്റെ ജോയിച്ചാനും മോനും കൂടി വള്ളത്തിൽ ഊന്നി പോകുന്ന സമയത്ത് ഒരു സന്ധ്യ മയങ്ങി വരുന്ന ഒരു ചാറ്റൽ മഴയുമുണ്ട്. ആ സമയത്ത് അപ്പൻ മോനോട് പറഞ്ഞ് മോനെ നീ കമ്പി നോക്കിക്കോണം എന്ന് പറഞ്ഞു. അങ്ങോട്ട് പോയപ്പോൾ കമ്പി കണ്ടതാ, പക്ഷെ തിരിച്ചു വന്നപ്പോൾ ശ്രദ്ധിച്ചില്ല. കമ്പി നോക്കിക്കോണമെന്ന് പറയുകയും മോൻ പറഞ്ഞു അപ്പൊ ആ കമ്പി വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ തിരിയുന്ന സമയത്ത് ആ 11 kV ഈ ഒരത്തെ തട്ടി രക്തമില്ലാത്ത വെള്ളത്തിലേക്ക് എൻ്റെ മോൻ വീഴുവാനിടയായി തീർന്നു. എൻ്റെ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് കഴുക്കോല് ഊന്നി വരുന്ന അന്ന് വള്ളത്തിൽ ഇങ്ങനെ ഊന്നി വരുന്ന സമയം ആ കഴുക്കോലെല്ലാം വിട്ടുപോയിട്ട് സ്തംഭിച്ച് വള്ളത്തെ ചാടി നിൽക്കുന്ന സമയത്ത് ആ കമ്പി ഇതുവഴി കയറിയാൽ ഒരു രക്ഷയില്ല, അത് പിന്നെ കണ്ടിച്ചു പോവുള്ളൂ. പക്ഷേ ഒരത്തെ മുട്ടി കുഞ്ഞ് താഴെ വീണ്, കുഞ്ഞിന് എത്തയില്ലാത്ത സ്ഥലത്താണ് വീണിരിക്കുന്നത്. പക്ഷേ 2 മിനിറ്റ് ചോദിച്ചാൽ ഇങ്ങനെ വിഷമിച്ച് ഭാരത്തോടെ നോക്കി നിൽക്കുന്ന സമയത്ത് 2 വിരലിന്റെ തുമ്പ് കാണാനിടയായി തീർന്നു. പെട്ടെന്ന് ആ കൈ കയറി പിടിച്ച് ചോദിച്ചാൽ മോനെ വലിച്ചു വള്ളത്തിനകത്തിട്ട് 2 ഇങ്ങനെ കൊട്ടുമൊക്കെ തട്ടിയൊക്കെ കഴിഞ്ഞിട്ട് ഊന്നി വള്ളത്തിൽ നിന്ന് വീട്ടിലേക്ക് വരുവാനിടയായി തീർന്നു. അങ്ങനെ വരുന്ന സമയത്ത് എൻ്റെ 2ാമത്തെ മോൾ ഇതുപോലെ ബൈബിൾ കൊല്ലം, അതിനു മുൻപ് ജോയിച്ചാൽ ഇതുപോലെ ഒരു ബുധനാഴ്ച സ്വപ്നം കാണുകയാ. ബുധനാഴ്ചയെ കാണുന്നത്. എൻ്റെ 2ാമത്തെ മോള് ബൈബിൾ കോളേജിൽ പഠിക്കുക. ആ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന മോള് അന്ന് വെള്ളത്തിന്റെ ക്ഷാമം കൊണ്ട് ബൈബിൾ കോളേജിൽ കുമ്പനാട് ബൈബിൾ കോളേജിൽ പഠിക്കുക. ആ ക്ഷാമം വന്ന സമയത്ത് എല്ലാ കുട്ടികളെയും വീട്ടിലെ സമയത്ത് എൻ്റെ മോളും വീട്ടിൽ വന്ന് അന്നൊരു ബുധനാഴ്ച രാത്രിയിൽ ജോയിച്ചാൽ സ്വപ്നം കാണുക. എൻ്റെ മോള് മോർച്ചറിയുടെ വാതിക്കൽ പോയി കരയുന്നതായിട്ട് കിടന്ന് കരയുന്നത് സ്വപ്നം കണ്ട് പെട്ടെന്ന് എന്നോട് പറഞ്ഞു എടി എഴുന്നേര്, ഞാൻ ഇതുപോലെ ഒരു സ്വപ്നം കണ്ട് കൊച്ച് മോർച്ചറി വാതിക്കൽ കിടന്ന് കരയുന്നത് കാണുന്നെന്ന് പറഞ്ഞ്. ആ കാണുന്നെന്ന് പറഞ്ഞ് ഞങ്ങൾ ഉടനെ എഴുന്നേറ്റേച്ച് പറഞ്ഞ് വെള്ളിയാഴ്ചയാണ് സാധാരണ ഞങ്ങൾ ഉപവസിക്കുന്നത്, അന്ന് ബുധനാഴ്ച ഇത് രാത്രി കാണുന്നു. പെട്ടെന്ന് ഞങ്ങൾ രണ്ടുപേരും കൈ കോർത്ത് പിടിച്ചിട്ട് പറഞ്ഞു കർത്താവേ ഹല്ലേലൂയ, ബുധനാഴ്ച കാണുന്നു, വ്യാഴാഴ്ച ഞങ്ങൾ ഉപവസിച്ചോളാമെന്ന് തീരുമാനമെടുത്ത് രണ്ടുപേരും ഞങ്ങൾ ബുധനാഴ്ച വീട്ടിലിരുന്ന് ഉപവസിച്ച് അത് കഴിഞ്ഞാൽ വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോകുന്നത്. ഈ ഉപവാസം വീട്ടിലിരുന്ന് ഞങ്ങൾ രണ്ടുപേരും ഉപവസിച്ച് വെള്ളിയാഴ്ച ഞങ്ങൾ രണ്ടുപേരും ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോയി. അന്നാണ് ഞങ്ങൾ 2 ഫർണിച്ചർ പണിതിട്ടിട്ടുണ്ടായിരുന്നു, കട്ടില്. അതെടുക്കാനാണ് അപ്പനും മോനും കൂടി വള്ളത്തെ പോകുന്നത്. അത് എടുത്തുകൊണ്ട് തിരിച്ചു വരുന്ന സമയത്താണ് ഈ കറണ്ട് അടിക്കുന്നത്. അങ്ങനെ മോൻ വീട്ടിൽ വന്ന് ഞങ്ങൾ അറിയുന്നില്ല, ഞാനും എൻ്റെ 2ാമത്തെ മോളും വീട്ടിൽ നിന്ന് ഇവർ വരുന്നത് കാണുമ്പോൾ തന്നെ ഊന്ന് വരുന്ന കണ്ടപ്പോൾ തന്നെ അടുത്ത് വരുമ്പോൾ തന്നെ ഞാനും എൻ്റെ 2ാമത്തെ മോളും കൂടി ആത്മാവിൽ എന്തോ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ വന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും അന്യഭാഷയിൽ ആരാധിക്കാൻ തുടങ്ങി. മോനും കടന്നു വന്ന് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ആരാധിച്ച് കഴിയുമ്പോഴാണ് ഈ കുഞ്ഞ് പറയുന്നത് ഇതുപോലെ കറണ്ട് അടിച്ച അമ്മയെന്ന് പറയുന്നത്. ദൈവം ആ വലിയ വിപത്തിൽ നിന്ന്, ആ മരണത്തിൽ നിന്ന് എൻ്റെ കുഞ്ഞിനെ വിടിവിക്കുവാൻ സ്വർഗത്തിൽ ദൈവം ഇടയാക്കി. അതുപോലെ തന്നെ മോനിതുപോലെ ബൈബിൾ കോളേജിൽ പഠിക്കുവാനും 3 വർഷം ഞങ്ങളുടെ ഇവിടെ വടവാതൂരുള്ള IPC ബൈബിൾ കോളേജിൽ പഠിക്കുവാനും അത് കഴിഞ്ഞ് കുമ്പനാട് PG എടുക്കുവാനെല്ലാം കർത്താവ് സഹായിച്ചു കഴിഞ്ഞാണ് ഷാജിയമ്പോളിന്റെ ചർച്ചിലെ അസിസ്റ്റന്റ് പാസ്റ്ററായി
എൻ്റെ മോൻ 7 വർഷത്തോളം നിന്ന് അത് കഴിഞ്ഞ് ഒരു ചർച്ചിൻ്റെ പാസ്റ്ററായി 1 വർഷമോ 1.5 വർഷമായി നിൽക്കുവാൻ ദൈവം സഹായിച്ച്. അത് കഴിഞ്ഞിട്ട് എൻ്റെ മോള്, ദൈവത്തിന് സ്തോത്രം, എനിക്ക് 3 മക്കളെ ദൈവം തന്നെന്ന് പറഞ്ഞില്ലേ, എനിക്ക് 3 മരുമക്കളെ അല്ല, എൻ്റെ സ്വന്തം മക്കളെ. അതുപോലെയാണ് 3 മക്കളും. എൻ്റെ മരുമകളും അതുപോലെ തന്നെയുള്ളൊരു മകളാണ്. ആ മകൾക്ക് ന്യൂസിലാൻഡിൽ നേഴ്സായി ജോലി ലഭിക്കാൻ ഇടയായി തീർന്ന് അവർ ജോലി ചെയ്ത് കടന്നുപോയി. കഴിഞ്ഞ വർഷം എൻ്റെ മോനും മോൻ്റെ മൂത്ത മോളും കൂടി ആ ന്യൂസിലാൻഡിലേക്ക് കടന്നു പോകുവാൻ ഇടയായി തീർന്ന്. അത് കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞുമാവയും കൂടി ഞങ്ങൾക്ക് അവിടെ ചെന്ന് ഉണ്ടാകുവാൻ ഇടയായി തീർന്ന്. ഇപ്പൊ കുഞ്ഞിന് 4 മാസം കഴിഞ്ഞ്. എൻ്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് 4 മാസം നാളെ ആകുവാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ ഇതുപോലെ ആ രോഗം എൻ്റെ തൊണ്ടയിലെ മുഴ മാറി. പിന്നെ എൻ്റെ സാക്ഷ്യം, എൻ്റെ കുഞ്ഞിനെ കർത്താവ് വിടിവിച്ചതും എൻ്റെ മോനെ വിടിവിച്ചതും എൻ്റെ തൊണ്ടയിലെ മുഴ മാറിയ കാര്യവും പറയുവാൻ തുടങ്ങി. അങ്ങനെ ഞാൻ നടക്കുന്ന സമയത്ത് പിന്നെയും എനിക്ക് രോഗം വരുന്നത് ദൈവത്തിന് സ്തോത്രം, എന്നെ ഹാർട്ടിന് ശ്വാസം മുട്ടൽ പോലെ വന്ന് പെട്ടെന്ന് ഇവിടെ കോട്ടയത്തുള്ള ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി ആൻജിയോഗ്രാം ചെയ്ത് നോക്കുവാൻ ഇടയായി തീർന്ന്. ആ സമയത്ത് ഡോക്ടർ പറഞ്ഞ് ഇത് ബൈപ്പാസ് അല്ലാതെ ഒരു നിവൃത്തിയില്ല, പക്ഷേ ഇപ്പോൾ കൂടിക്കിടക്കുവാണ് കൊറോണ. അതുകൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് നമ്മൾ ചെന്നാൽ നമ്മൾക്ക് ഇപ്പോൾ പെട്ടിക്കകത്തേ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് അമ്മ നമുക്ക് മരുന്ന് കഴിച്ച് നോക്കാം, കുറച്ച് കൊറോണ കഴിഞ്ഞിട്ട് നമുക്ക് പോയി ബൈപ്പാസ് ചെയ്യാമെന്ന് പറഞ്ഞ് ആ ഡോക്ടറിന്റെ ട്രീറ്റ്മെന്റിൽ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവത്തിന് സ്തോത്രം, അങ്ങനെ അന്നേരം എൻ്റെ കൂടെ എൻ്റെ മോൻ്റെ 5 വയസ്സായ കുഞ്ഞെൻ്റെ കൂടെയുണ്ട്. ഈ ബൈപ്പാസ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് ഈ കുഞ്ഞിൻ്റെ ഇടയ്ക്ക് ആരുമില്ലല്ലോ എന്ന് കരുതി ഞാൻ ഇങ്ങനെ ദൈവത്തോട് ഇങ്ങനെ മനസ്സുരുക്കി പ്രാർത്ഥിക്കും, ദൈവമേ കുഞ്ഞിനെ ആര് നോക്കും, ഞാൻ ബൈപ്പാസ് ചെയ്ത് കടന്നാൽ. അങ്ങനെയുള്ള ചിന്ത എൻ്റെ മനസ്സിൽ വന്നപ്പോൾ ഒരു ആൻറ്റി എന്നോട് പറയുവാൻ ഇടയായി തീർന്ന്, ഒരു ട്രിപ്പ്, ഈ 30 ട്രിപ്പ് എടുത്താൽ ഈ ബ്ലോക്ക് മാറുമെന്ന് പറയാൻ ഇടയായി തീർന്നു. അങ്ങനെ ബ്ലോക്ക് മാറുമെന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് അത് കേട്ട് 30 ട്രിപ്പ് ഇട്ടാൽ മാറുമെന്ന് പറഞ്ഞ സ്ഥാനത്ത് 29ാമത്തെ ട്രിപ്പ് ഇടാൻ പോയപ്പോൾ എനിക്ക് വേദന വരാനിടങ്ങി, നെഞ്ചി വേദന. അങ്ങനെ പെട്ടെന്ന് എൻ്റെ മോൻ വന്ന് എന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ ഇടയായി തീർന്ന്. ആ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി നോക്കിയപ്പോൾ അവിടെയുള്ള ഡോക്ടർമാർ പെട്ടെന്ന് ആൻജിയോഗ്രാം ചെയ്ത്, അപ്പോൾ ഞാൻ നോക്കുമ്പോഴും ഈ പ്രൈവറ്റ് ചെയ്തത് നമ്മൾ ECG എടുക്കുന്നത് പോലെയുള്ള ഒരു റിസൾട്ട് അന്ന് എനിക്ക് കിട്ടിയത്, ദൈവത്തിന് സ്തോത്രം. പക്ഷേ മെഡിക്കൽ കോളേജിൽ കൊണ്ടുചെന്ന് അവർ പെട്ടെന്ന് ECG എടുത്ത് ആൻജിയോഗ്രാം ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ബ്ലോക്ക് ഉണ്ട്, പക്ഷേ എത്ര ബ്ലോക്ക് എന്ന് ഞാൻ അറിയുന്നില്ല, പക്ഷെ ബൈപ്പാസ് അല്ലാതെ നിവൃത്തിയില്ല എന്ന് ആ ഡോക്ടർമാർ പറഞ്ഞ്. ദൈവത്തിന് സ്തോത്രം. ആ ഡോക്ടർമാർ പറഞ്ഞ റിസൾട്ട് ഇതിട്ട് ഡോക്ടർമാർ കുറേ ഒത്തിരി ടെസ്റ്റുകൾ എന്തെടുത്ത് ഈ കുറിച്ച് തരാൻ ഒഴികെയായി. എനിക്കൊരു നല്ലപോലെ ഒരു ഡ്രസ്സ് പോലും ധരിക്കാൻ മേലാതെ എന്ന് പറയുന്ന ഒരു ഷോളൊക്കെ പൊതച്ചുകൊണ്ട് ഞാൻ പോയി സകല ടെസ്റ്റ് എടുത്തുകൊണ്ട് എൻ്റെ മോനും ഞാനും കൂടി പോയി ടെസ്റ്റ് എല്ലാം എടുത്തുകൊണ്ട് ഡോക്ടറെ കൈ കൊടുത്തിട്ട് വീട്ടിൻ്റെ മൂലയിൽ ഒതുങ്ങി, ഒരു ഗ്ലാസ് വെള്ളം എനിക്ക് എടുക്കാൻ മേല, 10 ചെവിടി നടക്കാൻ മേലാതെ ഞാൻ വീടിൻ്റെ മൂലയിൽ ഒതുങ്ങിപ്പോയി. ദൈവത്തിന്റെ കൃപയാലെ ഞാൻ ഇതുപോലെ ഒരു സൺഡേ സ്കൂൾ പഠിപ്പിക്കാൻ പോകുന്നതാണ്. വിദ്യാഭ്യാസം ഒത്തിരി ഇല്ലെങ്കിലും കർത്താവിന്റെ കൃപയാലെ 30 വർഷമായി ഞാൻ സൺഡേ സ്കൂൾ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് ദൈവത്തിന് സ്തോത്രം. ഇന്നും കൃപയാലെ സൺഡേ സ്കൂൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അന്ന് എനിക്കൊരു സൺഡേ സ്കൂളിന് പോകാനോ പഠിപ്പിക്കാൻ പോകാനോ ആരാധനയ്ക്ക് പോകാനോ കഴിയാതെ വീടിന്റെ മൂലയിൽ ഞാൻ ഒതുങ്ങിപ്പോയി ദൈവമക്കളെ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഒതുങ്ങിയിരുന്ന സമയത്ത് ഞാൻ ഈ റിസൾട്ട് കണ്ടിട്ടില്ല. ഈ മെഡിക്കൽ കോളേജിൽ ആൻജിയോഗ്രാം ചെയ്തതിന്റെ റിസൾട്ട് കണ്ടിട്ടില്ല. പെട്ടെന്ന് എനിക്ക് തോന്നുക, ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് തോന്നിപ്പിക്കുക. ഇപ്പൊ ഞാൻ അത് ഓർക്കുക, ദൈവാത്മാവ് എന്നെ തോന്നുവാണ് ഈ റിസൾട്ട് ഒന്ന് എടുത്ത് നോക്കണം. പെട്ടെന്ന് ഞാൻ എടുത്ത് നോക്കുമ്പോൾ നല്ലൊരു കാറ്റിന്റെ പോലെയുള്ളൊരു പടവും, എന്നിട്ട് ഈ ബ്ലോക്ക് ഉള്ളിടത്തെല്ലാം ചുമല ഇത് കൊടുത്തിരിക്കുക, അടയാളം കൊടുത്തിരിക്കുക. അങ്ങനെ കൊടുത്ത് ഞാൻ എണ്ണുക, 1, 2, 3 അങ്ങനെ 9 വരെ ഞാൻ ആ ബ്ലോക്കിനെ എണ്ണി. 10 ബ്ലോക്ക് ഉണ്ട്. അത്രയും വരെ എണ്ണിയപ്പോൾ എൻ്റെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി. ഞാൻ ഉടനെ മക്കളെ വിളിച്ചേച്ച് ചോദിച്ച്, മോനെ അമ്മ ജീവിച്ചിരിക്കുവോ? മക്കളെ അമ്മ ജീവിച്ചിരിക്കുവോ? ഇത്ര ബ്ലോക്ക് ഉണ്ട്. ഞാൻ ആ വേദനയോടുകൂടി തന്നെ അതിൻ്റെ ശതമാനം നോക്കി. എത്രയാ? 99, 95, 90 പോകുന്ന ആ ശതമാനം ഞാൻ എണ്ണി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ പോകുന്ന ഒരു വ്യക്തി ഞാൻ നേരെ കേട്ടിട്ടുണ്ട്. ഞാൻ പലരോടും ചോദിക്കും, എന്ത് പറ്റി? എനിക്ക് ബ്ലോക്കാ. എത്രയുണ്ട്? 2 ബ്ലോക്കാ. 2 ബ്ലോക്ക് ഉള്ളവര് അനങ്ങാൻ മേലാതിരിക്കുക. ദൈവത്തിന് സ്തോത്രം.
ഞാൻ അന്നേരം ഓർത്ത്, കർത്താവെ, ഞാൻ ഈ 10 ബ്ലോക്കുള്ള ഞാൻ ജീവിച്ചിരിക്കുവോ? അങ്ങനെ ഞാൻ വളരെ ഭാരത്തോടെ ആ വേദനയോടെ മക്കളെ വിളിച്ച് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു, സാരമില്ലമ്മ, അത് ബൈപ്പാസ് ചെയ്യുമ്പോൾ മാറിക്കോളും എന്ന് പറയാനിടയായി തീർന്ന്. എന്നാലും ഞാൻ ഇങ്ങനെ നിരാശയോടെ ഞാൻ ജീവിച്ചിരിക്കുമോ അങ്ങനെയുള്ള ചിന്തയോട് കൂടി ദൈവത്തിന് സ്തോത്രം, ഞാൻ ഇങ്ങനെ നടക്കുന്ന ആ സമയത്ത് ദൈവത്തിന് സ്തോത്രം, എനിക്ക് ദൈവം 2-3 ദിവസമായി ഞാൻ ഈ വേദന പിടിച്ച് ഭാരത്തോടെ നടക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ ചങ്കിന് നേരെ വരുന്ന ഒരു വാക്യമാണ്. ദൈവത്തിന് സ്തോത്രം. എന്താ, നമ്മൾ ബസ്സിലും മെഡിക്കൽ സ്റ്റോറിലെല്ലാം എഴുതി കാണുന്നത് പോലെ ഒരു വാക്യം എഴുതി വരിക. എന്താ, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ഈ വാക്യം എൻ്റെ ചങ്കിന് നേരെ 3 പ്രാവശ്യം ഇങ്ങനെ എഴുതി വരുവാൻ ഇടയായി തീർന്ന്. പെട്ടെന്ന് ഞാൻ ചങ്കത്തിൽ കൈവച്ചിട്ട് ഞാൻ പറഞ്ഞു, കർത്താവേ, ഇത് യേശുവിന്റെ മന്ദിരമാണോ? യേശുവിന്റെ ആത്മാവാണോ ഇതിൽ വസിക്കുന്നത്? ഈ ശരീരത്തിൽ കത്തി വെക്കരുതെന്ന് പറയുവാൻ ഇടയായി തീർന്നു. അങ്ങനെ 3 പ്രാവശ്യം കത്തി വെക്കരുത് കർത്താവേ, കത്തി വെക്കരുത് കർത്താവേ എന്ന് പറഞ്ഞ് ഞാൻ വീടിനകത്തുകൂടി, ചോദിച്ചാൻ കാണുന്നില്ല, മോൻ കാണുന്നില്ല, ഞാൻ ഇതുപോലെ വീടിനകത്തുകൂടെ നടക്കും. ഇവരെ കാണാതെ പറയും, കർത്താവെ, കത്തി വെക്കരുതേ, കത്തി വെക്കരുതേ എന്ന് പറഞ്ഞ് നടക്കും. 3-ാമത്തെ ദിവസം 2023 ജനുവരി മാസം ഒരു 20-ാം തീയതി, ദൈവത്തിന് സ്തോത്രം, ഒരു വെള്ളിയാഴ്ചയാ, എനിക്ക് തോന്നി അല്പസമയം ഇരുന്നൊന്ന് പ്രാർത്ഥിക്കാം. എവിടെ ഏകാഗ്രത കിട്ടാനാ? ഏകാഗ്രത ഒന്നും ഇല്ല. എങ്കിൽ തന്നെയും ഞാൻ അല്പസമയം ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ എഴുന്നേറ്റിട്ട് എനിക്ക് ശരിക്കും നടക്കാൻ മേല. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഭിത്തിയിൽ പിടിച്ച്, തൊട്ടടുത്ത് അരികിൽ ഒരു വീടുണ്ട്. എന്നാ ഒരു കാര്യം ചെയ്യാം, ഇവിടെ ആരുമില്ല, മകനുമില്ല, ജോശാനുമില്ല, എന്നാ തൊട്ടടുത്തുള്ള ഒരു വീട്ടിലേക്ക് പോയേക്കാമെന്ന് കരുതി ഞാൻ ഇങ്ങനെ നടന്ന് പുറത്തിറങ്ങി പുറത്ത് ശകലം ഇങ്ങനെ നടക്കുന്ന സമയത്ത് ദൈവാത്മാവ് എന്നോട് പറയാ, അകത്തോട്ട് കയറാൻ. പെട്ടെന്ന് എനിക്ക് തോന്നി, എന്താ അകത്തോട്ട് കയറാൻ പറയുന്ന തോന്നിക്കുവാ. എനിക്ക് പെട്ടെന്ന് തോന്നി, ഞാൻ ആ അകത്തോട്ട് പെട്ടെന്ന് കയറി. ആ സമയം അന്നേരം എന്റെ ചിന്ത, അവിടെ ഞാൻ പോകുന്ന വീട്ടിലെ ഒരു പാത്രം ഇരിപ്പുണ്ട്, എന്നാൽ അതും കൂടി എടുത്തോണ്ട് പോകാമെന്ന് എൻ്റെ ചിന്തയിൽ ഞാൻ ആ പാത്രം എടുത്തോണ്ട് തിരിയുന്ന സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറയും. ഞാൻ പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ TV-യിൽ കാണുന്ന ഒരു മെസ്സേജാ. ദൈവത്തിന് സ്തോത്രം. അന്ന് എനിക്ക് അത് ഏത് ദൈവദാസനാണെന്ന് അറിയത്തില്ല. ഞാൻ കാണുന്ന ഒരു മെസ്സേജ് കേൾക്കുക. ദൈവത്തിന് സ്തോത്രം. യേശു തൻ്റെ ശിഷ്യന്മാരെ അരികിൽ വിളിച്ചു കൂട്ടി, 12 പേരെയും യേശു അരികിൽ വിളിച്ചു കൂട്ടിയിട്ട്, എന്തിനാ? യേശുവിന്റെ അധികാരം, യേശുവിന്റെ അഭിഷേകം അവർക്ക് കൊടുത്തയക്കാനാണ് ഈ കർത്താവ് വിളിച്ചു കൂട്ടിയെന്ന് ഈ ദൈവദാസൻ നിന്നുകൊണ്ട് ശക്തമായി പ്രസംഗിക്കുക. ആ പ്രസംഗിക്കുന്ന സമയത്ത് പെട്ടെന്ന് ദൈവദാസൻ പറയുന്ന ഒരു ഭാഗമാണ് ഞാൻ കേൾക്കുന്നത്. എനിക്ക് അന്ന് ഓർക്കുന്ന പോലെ ഒരു ഇടിമുഴക്കം പോലെ ഞാൻ കേൾക്കുക. ഈ അധികാരം, ഈ അഭിഷേകം ആരുടെ മേൽ വീഴുന്നുവോ അവരുടെ ശരീരത്തിലുള്ള സകല ഹാർട്ടിന്റെ ബ്ലോക്കും പമ്പ അടക്കുന്നു. ഈ ദൈവദാസൻ അവിടെ നിന്ന് പറയുന്ന സമയത്ത് എൻ്റെ കാലനക്കാൻ മേലാത്ത, കൈ അനക്കാൻ മേലാത്ത, ഞാൻ ആ ഒരൊറ്റ ഇടിമുഴക്കം പോലെ ആ ഒരൊറ്റ ശബ്ദമേ ദൈവദാസനെ കേട്ടിട്ടുള്ളു. ആ സമയത്ത് തന്നെ ഞാൻ എൻ്റെ കാലനക്കാൻ മേലാത്ത, കൈ അനക്കാൻ മേലാത്ത, അന്ന് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന വീടിനൊരു വലിയ ഹോളാ. ആ ഹോളിൽ കൂടി 1.5 മണിക്കൂർ കർത്താവിനെ നൃത്തം തുള്ളി അന്യഭാഷയിൽ കർത്താവിനെ ആരാധിക്കാൻ തുടങ്ങി. അടുത്തൊക്കെ വീടുണ്ട്, അതെല്ലാം ഞാൻ ആരെയും ശ്രദ്ധിക്കുന്നില്ല, എനിക്കതൊന്നും അല്ല വിഷയം. ഞാൻ കർത്താവിനെ തുള്ളിയും ചാടി, ഒരു മുടന്തന്റെ കാലിന്റെ കെട്ടഴിഞ്ഞപ്പോൾ എങ്ങനെ കർത്താവിനെ തുള്ളിയും ചാടിയും ആരാധിച്ചോ, അതിലപ്പുറമായി ഞാൻ ആ ഹോളിൽ കൂടി 1.5 മണിക്കൂർ കർത്താവിനെ ആരാധിച്ചു കഴിഞ്ഞപ്പോൾ അന്നെന്റെ ഹാർട്ടിന്റെ ബ്ലോക്ക് കർത്താവ് മാറ്റി തന്നതാ. അന്ന് 10 ചവിട് നടക്കുവാൻ കഴിയാത്ത ഞാനിപ്പോൾ അരമണിക്കൂർ കൊണ്ട് 6 കിലോമീറ്റർ ഓടുവാൻ തുടങ്ങി. എവിടം വരെ പോകണം, ഏതെല്ലാം ജോലി ചെയ്യണം, ഞാൻ ട്രാക്ടർ ഓടിക്കുവാനും സുവിശേഷം പറയുവാനും എങ്ങനെയെല്ലാം കർത്താവിന് വേണ്ടി. എനിക്കത് മാത്രമേ ഉള്ളൂ എൻ്റെ ചിന്ത. ഇനി എൻ്റെ കർത്താവിനെ എങ്ങനെ ഉയർത്തണം, എന്നെ വിടിവിച്ച, എൻ്റെ കുഞ്ഞുങ്ങളെ വിടിവിച്ച എൻ്റെ കർത്താവിന് വേണ്ടി എവിടം വരെ പോകണമോ അതെല്ലാം ഞാൻ ഓടിക്കൊണ്ടിരിക്കുക. ദൈവത്തിന് സ്തോത്രം. എല്ലാ സഹോദരിമാരുടെ മീറ്റിങ്ങിനും എല്ലാ മീറ്റിങ്ങുകൾക്കും പോകുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിച്ചുകൊണ്ടിരുന്നു. എവിടെ ദൈവത്തിന് സ്തോത്രം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ദൈവത്തിന് സ്തോത്രം, ഇപ്പൊ എന്നെ ദൈവം കൊണ്ടാക്കിയിരിക്കുന്നത്, അന്ന് ഞാൻ പറഞ്ഞതുപോലെ ഒരു ദ്വീപിലായിരുന്നു എന്നെ കല്യാണം അയച്ചത്. അവിടുന്ന് ദൈവം എന്നെ ഇപ്പോൾ ഒരു വെള്ളമോ ഒന്നും കയറാത്ത ഒരു വാസയോഗ്യമായ ഒരു വീട് കർത്താവ് ഞങ്ങൾക്ക്, ഒരു വെള്ളം കയറാത്ത പറ്റാത്ത കിണർ ഉള്ള ഒരു വീട്ടിൽ കർത്താവാക്കുവാൻ സ്വർഗത്തിലെ ദൈവം
ഇടയാക്കി ഞാൻ അത് പറയുന്നതിന്റെ കാരണം എന്നെ മെഡിക്കൽ കോളേജിന്റെ അടുത്താ. ദൈവത്തിന് സ്വതന്ത്രം. ഞാൻ കർത്താവിനോട് എനിക്ക് വിദ്യാഭ്യാസം തരാഞ്ഞത് എന്നാണെന്ന് ഞാൻ ചോദിക്കുമായിരുന്നു. ഞാൻ കരയുമായിരുന്നു. ദൈവത്തിന് സ്വതന്ത്രം. അതിന്റെ ഫലമായി ഇപ്പോൾ മെഡിക്കൽ കോളേജിന്റെ അടുത്താ. എനിക്ക് പ്രാർത്ഥനയ്ക്ക് പോകണമെങ്കിലോ എങ്ങോട്ട് പോകണമെങ്കിലും ബസ്സിൽ കയറി പോകാം. ആ പോകുന്ന സമയത്ത് ഈ മെഡിക്കൽ കോളേജിലായതുകൊണ്ട്, മെഡിക്കൽ കോളേജിന് അടുത്തായതുകൊണ്ട് എപ്പോൾ കയറിയാലും ഒരു രോഗി എൻ്റെ സീറ്റേ കാണും. ദൈവത്തിന് സ്വതന്ത്രം. അവരോട് ഞാൻ പെട്ടെന്ന് ചോദിക്കുന്നു, എവിടെ പോകുക ആൻറ്റി, എവിടെ പോകുക? പറയും ഞാൻ മെഡിക്കൽ കോളേജിൽ പോവുക. എന്താ രോഗം? ഇന്ന രോഗമാണെന്ന് പറയുമ്പോൾ ഞാൻ പറയും 10 ബ്ലോക്കായിരുന്നു, എൻ്റെ കർത്താവ് എന്നെ വിടിവിച്ചു എന്ന് ഞാൻ അവരോട് പറയുവാൻ ഇടയാക്കി തീർക്കും. പലർക്കോരോടും പ്രാർത്ഥിക്കാനും, ബസ്സിനകത്ത് ഇരുന്ന് തന്നെ പ്രാർത്ഥിക്കുവാനും അവരോട് സുവിശേഷം പറയുവാനും എല്ലാം എൻ്റെ ദൈവം സഹായിച്ചു കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്വതന്ത്രം. ഈ ദൈവത്തെ കണ്ടുമുട്ടിയത് എൻ്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹവും എൻ്റെ ജീവിതത്തിൻ്റെ മക്കളുടെ വിടുതലും എല്ലാമായി തീരുവാൻ ദൈവം സഹായിച്ച്. എൻ്റെ 3 മക്കളെയും ഇതുപോലെ സുവിശേഷ വേലയ്ക്കാന്ന് പറഞ്ഞു. എന്നോട് എൻ്റെ കൂട്ടുകാർ ചോദിക്കും, നിനക്കൊരു മോനല്ലേ ഉള്ളു, നീ അതിനെ സുവിശേഷ വേല എന്ന് പറഞ്ഞു വിട്ടിട്ട് എങ്ങനെ ജീവിക്കുമെന്ന് എന്നോട് പലരും എൻ്റെ കൂട്ടുകാർ സഹിതം ദൈവദാസനെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ അവരോട് പറയും, ഇന്ന് എനിക്ക് പറയുവാൻ കഴിയും, എൻ്റെ മോന് ഒരു സുവിശേഷ വേലയായതുകൊണ്ട് എനിക്ക് ഏറ്റവും അനുഗ്രഹം, എൻ്റെ മോനെ കൊണ്ട് ലക്ഷങ്ങൾ കിട്ടുന്ന ഒരു ജോലി കിട്ടിയാലും അവൻ നേടിത്തരേണ്ട കാര്യങ്ങൾ എൻ്റെ ദൈവം അവനിലൂടെ ചെയ്തു തരുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് സഹായിച്ചു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ജീവിതത്തിൽ വളരെ സന്തോഷമാണ്. ദൈവത്തിന് സ്തോത്രം. കാരണം എനിക്ക് ദുഃഖമുണ്ട്. എൻ്റെ കൂട്ടുദാസൻ ലോകത്തിൽ നിന്ന് കർത്താവിൽ ചേർക്കപ്പെട്ട്. ദൈവത്തിന് സ്തോത്രം. അതെനിക്ക് വേർപാട് എന്നും എനിക്ക് ദുഃഖമാ. എങ്കിൽ തന്നെയും എന്നെ സ്നേഹിക്കുന്ന ഒത്തിരി ദൈവദാസന്മാരും ദൈവമക്കളും ഒത്തിരി സൂം മീറ്റിങ്ങുകളിലുള്ള ദൈവദാസിമാരും കൂട്ടുകാരും എൻ്റെ ചർച്ചിലുള്ളവരും എല്ലാവരും എനിക്ക് സഹായമാണ്. അവരെല്ലാം എന്നെ പ്രാർത്ഥിച്ച് സഹായിക്കുന്നത് കൊണ്ട് സന്തോഷത്തോടെ ഞാൻ ഇവിടെ കഴിയുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ അമ്മച്ചേരി വീട്ടിൽ കഴിയുന്നു. ഇതുപോലെ ദൈവത്തിന് സ്തോത്രം. എൻ്റെ ആഗ്രഹം എനിക്ക് ഒന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. എങ്ങനെ കർത്താവിനെ വേണ്ടി ജീവിക്കണം, അതാണ് ഇനി എൻ്റെ ആഗ്രഹം. ദൈവത്തിന് സ്തോത്രം. എത്രത്തോളം കർത്താവിന് വേണ്ടി ജീവിക്കാമോ അത്രത്തോളം കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. എനിക്ക് ദൈവത്തിന് സ്തോത്രം. എവിടെ ചെന്നാലും കർത്താവിനെ കുറിച്ച്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സഹോദരിയുടെ വീട്ടിൽ പോകുവാൻ ഇടയായി തീർന്ന്. ഞാൻ പോകുമ്പോഴിങ്ങനെ ഓർക്കും, കർത്താവിനെ കുറിച്ച് ആരോടെങ്കിലും പറയണം. അങ്ങനെ കടന്നു ചെല്ലുന്ന സമയത്ത് ഹിന്ദു മതത്തിൽപ്പെട്ട ഒരു സഹോദരൻ ഇതുപോലെ ബ്ലോക്ക് ആയിട്ട് എന്നോട് ചോദിക്കുന്ന എന്ത് ചെയ്യണമെന്ന് ചോദിക്കാൻ ഇടയായി തീർന്നു. ഞാൻ അവിടെ ഇരുന്നു കൊണ്ട് ഈ കർത്താവിനെ പരിചയപ്പെടുത്താനും എന്നെ കർത്താവ് വിടിവിച്ച വിധങ്ങളും വഴികളെല്ലാം അവരോട് പറഞ്ഞു കൊടുക്കാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ മക്കൾ ഈ കർത്താവിനെ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങൾ ജീവിതത്തിൽ കാണത്തില്ല. അന്നേ മരിച്ച്, ഞാനിപ്പോഴും പാടുന്നൊരു പാട്ടുണ്ട്, അന്നേ മരിച്ചു പോയിരുന്നെങ്കിൽ ചെന്നൈ നരകമതി തന്നു നിൻ കൃപാദാനം ഇന്നും ജീവിച്ചിടുവാൻ. കർത്താവിന്റെ കൃപ തന്നതുകൊണ്ട് ഇന്ന് ജീവിച്ചിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെയും എൻ്റെ മക്കളെയും സഹായിക്കുന്നു. എനിക്ക് ഒരു പ്രാർത്ഥനയുള്ളൂ, കർത്താവിന്റെ വേലയിൽ അവരും 3 പേരും വർദ്ധിച്ചു വരണമെന്നും കർത്താവിന് വേണ്ടി എങ്ങനെ ഓടാമോ അത്തരത്തോളം ഓടുവാൻ ഞാനും കർത്താവിൽ ആഗ്രഹിക്കുന്നു. കർത്താവിന് സ്തോത്രം. ആൻറ്റിയുടെ നല്ല സാക്ഷ്യത്തെ ഓർത്ത് കർത്താവിന് സ്തോത്രം കരയറ്റിയാണ്. ദൈവം ധാരാളമായിട്ട് ആൻറ്റിയെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആൻറ്റിക്ക് തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചുരുക്കമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ പ്രാർത്ഥിക്കാം. കർത്താവെ നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. ക്രിസ്തുയേശുവിൽ കൂടി അത്യന്തം അളവ് കൂടാതെ സ്നേഹിക്കുന്ന സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ ഉച്ച കഴിഞ്ഞ സമയത്ത് അപ്പന്റെ പാദപീഠത്തെയും കർത്താവെ സ്തോത്രം. കർത്താവിന്റെ ദാസനും ദാസിയും കർത്താവെ ഒരുമിച്ച് അപ്പൻ ചെയ്ത വിടുതലിനെ കുറിച്ച് പറയുവാൻ തക്കവണ്ണം കർത്താവ് അടിയനെ സഹായിച്ചത് ഓർത്ത് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഈ ചാനൽ ഏറ്റവും അനുഗ്രഹമായി അനേകർക്ക് പ്രയോജനമായി അനേകരുടെ ജീവിതത്തിൽ കർത്താവെ ഈ സാക്ഷ്യം കേൾക്കുന്നവർക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ, അവരുടെ ജീവിതത്തിൽ ഒരു വിടുതലായി അവർക്ക്
സൗഖ്യമായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ. കർത്താവെ, ഈ ദാസനെയും ദാസിയെയും ദൈവത്തിന് സ്വോത്രം, ഈ പ്രവർത്തനവും ഏറെ അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ, വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അച്ഛൻ്റെയും ദാസിയെയും കുടുംബത്തെയും മക്കളെ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അടിയനെ ഏൽപ്പിക്കുന്നു. അടിയന്റെ മക്കളെയും കൊച്ചുമക്കളെയും എല്ലാം അപ്പന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവമേ, പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം, യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിന്റെ കൂട്ടായ്മ, സഹവാസം, കാവൽ നാം എല്ലാവരുടെ മേലും, പ്രത്യേകമായി നമ്മുടെ നടുവിൽ കടന്നു വന്ന് ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച പ്രിയ ആന്റിയുടെ മേൽ, തന്റെ കുടുംബത്തിന്റെ മേൽ ഇന്നു മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു ആന്റി. ഒരു പ്രാവശ്യം നന്ദി പറയുക. ആന്റിയെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ആൻറ്റി. ഞങ്ങളുടെ എല്ലാം നന്ദി സ്നേഹം അറിയിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമായിരുന്നു. കർത്താവിൻ്റെ അത്ഭുത വിടുതൽ, സൗഖ്യം എല്ലാം ആൻറ്റിയുടെ ജീവിതത്തിൽ രുചിച്ചെറിഞ്ഞ് ആ ഒരു സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. വിശ്വസിച്ചാൽ ഇന്നും നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെയും രോഗസൗഖ്യങ്ങളെയും എല്ലാം നമുക്കും കർത്താവ് തരും. ഞങ്ങളെ കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലസ് യു ഓൾ.